ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂരിൽ ലൈവ് ഭവന സമുച്ചയത്തിന്റെ പേരിൽ ഒരു കൂട്ടം മനുഷ്യർ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അവർക്ക് ശരിക്കും ഉറപ്പുള്ള വീട് ലഭിച്ചില്ല, നല്ല വഴിയും ലഭിച്ചിട്ടില്ല അവർക്ക്. സംസ്ഥാനത്ത് 5 ലക്ഷം പേർക്ക് പുതുതായി പാർപ്പിടം ഒരുക്കി നൽകി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം. സർക്കാരിന്റെ ആ കണക്കിൽപ്പെട്ട മനുഷ്യരാണ് ഈ നിൽക്കുന്നത്. ഇവർക്ക് ലഭിച്ചു കരിമണ്ണൂരിന് സമീപം വേനൽപ്പാറയിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം. എന്താണ് ആ ഫ്ലാറ്റിലെ ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. എങ്ങനെയുണ്ട് ചേട്ടാ ഇവിടുത്തെ താമസം? ഇത് 12 ലക്ഷം രൂപയെന്നാ പറഞ്ഞത്. ഇത് 12 ലക്ഷം രൂപയ്ക്കാണോ ഈ കെട്ടിടം പണിതേക്കണേ? ഒരാൾ താമസിക്കണ കെട്ടിടം ഇത് കണ്ടോ? ഇത് അത് വർഷം നിൽക്കും. അവരിത് ഒൻ്റെ അടിപ്പായ അവർ പറഞ്ഞതെന്നറിയോ, ഞങ്ങൾക്ക് അതുമല്ലെന്ന് പറഞ്ഞേ ഈ കിടക്കുന്നവരോട്. അങ്ങനെയാണ് വരാൻ പറഞ്ഞേ. മഴ പെയ്ത പരികാവ് മുഴുവനും വെള്ളം, ഭിത്തിക്കകത്തുനിന്ന് വെള്ളം. ഇവരെയൊക്കെ ഞങ്ങൾ വിളിച്ച് കാണിച്ചു കൊടുത്തു. പെര നിറച്ച് വെള്ളം, ഭിത്തിക്കകത്തോടെ ഇങ്ങോട്ട് തന്നെ. അത് എവിടുന്ന് വന്നെന്ന് ഞങ്ങൾക്ക് കാണാനും മേല, അറിയാനും മേല. ഇത് തന്നെ അടഞ്ഞാടിയ ഒരു ദിവസം രാത്രി 3 മണി 2 മണിയൊക്കെ ആയപ്പോൾ വലിയ ഒച്ച കെട്ടുന്ന ഇവിടെ പറഞ്ഞു. എല്ലാവരും കൂടി ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇത് താഴെ ചാടി കിടക്കും. പേടിച്ച് പുറത്ത് പോയി. ഈ ചേട്ടത്തെ മിണ്ടാൻ പറ്റില്ലാതെ, ആശുപത്രി കൊണ്ടുപോകാൻ പറ്റില്ലാതെ വണ്ടി വിളിച്ചിട്ട് വന്നു പോലുമില്ല. 2023 കരിമണ്ണൂരിലെ വേനപ്പാറയിൽ 44 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ ഭവന സമുച്ചയം നിർമ്മിക്കുന്നത്. ആളുകൾ താമസം ആരംഭിച്ച് കൊല്ലം 1 കഴിയുന്നതിന് മുമ്പ് തന്നെ കെട്ടിടം ചോർന്നൊലിക്കാൻ തുടങ്ങി. പ്രീ ഫാബ്രിക്കേഷൻ നിർമ്മാണ രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിന്റെ ഗുണനിലവാരം കാരണം വി ബോർഡും ജിപ്സം ബോർഡും എല്ലാം ഇളകി താഴെ വീഴുകയാണ്. 8 മാസത്തിലേറെ കനത്ത മഴ ലഭിക്കുന്ന നമ്മുടെ നാട്ടിൽ വി ബോർഡ് കൊണ്ട് പുറംഭിത്തി നിർമ്മിക്കുക എന്ന സാഹസമാണ് ലൈഫ് അധികൃതർ ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെ നമുക്ക് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇത് മുഴുവൻ പൊളിഞ്ഞെഴുതിയേക്കുന്നതാണ്. ഇത് മൊത്തം വെള്ളം ഇറങ്ങിയിട്ട് പൊളിഞ്ഞെഴുതിയിട്ട് ട്യൂബ് വരെ പൊട്ടിത്തെറിച്ചു പോയി. ഈ വെള്ളം എർത്തായിട്ട് ഈ കെട്ടിടത്തിൽ ചോർച്ചയില്ലാത്ത ഒരിടം പോലുമില്ല. മേൽക്കൂര തകർന്നു വീഴുമോ എന്ന ഭയത്തിലാണ് ഓരോ കുടുംബവും ഇവിടെ താമസിക്കുന്നത്. മേടിച്ചിത് സ്ക്രൂ വെച്ച് മുറുക്കി വെച്ചേക്കാണ് ഇതൊക്കെ. അപ്പോഴാ ഇത് എല്ലാം കൂടെ പൊളിഞ്ഞ് തലയിൽ ചാടുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളോട് ഇതിനകത്ത് കിടക്കരുത്, ഈ മുറിയിൽ മാറി നിൽക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഏതൊരു മുറി തരാമെന്ന് പറഞ്ഞു. അപ്പം വേറെ ഏത് മുറി കിട്ടിയാലും ഇതല്ലേ അവസ്ഥ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചാകുകൾ ഇതിനകത്ത് തന്നെ കിടന്ന് ചാകുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഫ്ളാറ്റിന് 18 ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ ഓരോ കുടുംബത്തിനും തനിച്ചൊരു വീട് നിർമ്മിച്ചു നൽകാൻ കഴിയുമായിരുന്നു. 6 കോടി രൂപ മുതൽ മുടക്കിലാണ് ഈ ഫ്ളാറ്റ് സമുച്ചയം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ മാത്രമാണ് കോൺക്രീറ്റ് ഉള്ളത്. ഇതൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഭംഗിയും ഉറപ്പും ഉണ്ട് എന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ വി ബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനിടയിലൂടെ വെള്ളം താമസിക്കുന്ന വീടുകൾക്കകത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാന പരാതി. ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് യാത്രായോഗ്യമായ ഒരു വഴി നിർമ്മിച്ചു നൽകാൻ പോലും പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു തേയിലപ്പൊടി വാങ്ങാൻ പോണെങ്കിൽ 50 രൂപ ഓട്ടോ പൈസ വേണം. അത് ഓട്ടോക്കാരെ 6 മണി കഴിഞ്ഞ് വിളിച്ചാൽ വരുവോ ഇല്ല. ഇവിടെ ഒരു തീ പിടിച്ചാൽ പോലും ഒരു ഫയർ ഫോഴ്സ് വരില്ല. ഈ 10-42 പേര് താമസിക്കണ ഈ കുഞ്ഞു വഴി ടാരിയന്മാർക്ക് പറ്റാതെ തന്നെ അതിന് പണ്ടുണ്ടെന്നേ. 25 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അസൗകര്യങ്ങൾ മൂലം മറ്റുള്ളവർ വീടുകൾ ഉപേക്ഷിച്ചു പോയി. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.